ഇങ്ങനൊരു യോഗം നടത്തുവാൻ കോട്ടയം ജില്ലയിൽ തെരഞ്ഞെടുത്ത സംസ്ഥാന നേതൃത്വത്തെ ജില്ലയിലെ BJP പ്രവർത്തകർക്ക് വേണ്ടി നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കാം. ഇന്ന് ഒക്ടോബർ മാസം 9-ാം തീയതി 56 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു 9-ാം തീയതിയാണ് ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം കോട്ടയത്ത് രൂപം കൊണ്ടത്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത് കോട്ടയം, ഇടുക്കി, എറണാകുളം, ഇപ്പോൾ ജില്ലയിലുള്ള പല ഭാഗങ്ങളും കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നു. അങ്ങനെയുള്ള ഒരു മേഖലാ യോഗം കൊടുക്കും. 64 ഒക്ടോബർ മാസം 9-ാം തീയതി രൂപം കൊണ്ട ഒരു രാഷ്ട്രീയ കക്ഷി 65 മാർച്ച് മാസം തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 10 സീറ്റ് ഈ മേഖലകളിൽ നിന്നും നേടിയുണ്ട്. അതുപോലെ ഒരു പുതിയ തുടക്കമാവട്ടെ ഈ സമ്മേളനം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻജി, അദ്ദേഹം ആണ് ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത്. ശബരിമല സമര നായകൻ, അതിനുശേഷം ഇപ്പോൾ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഈ സമ്മേളനത്തിലേക്ക് സാർഥകമായി സ്വാഗതം ചെയ്തു. നമുക്കൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട നമ്മുടെ കേന്ദ്രമന്ത്രി, അദ്ദേഹത്തെ കോട്ടയം ജില്ല അദ്ദേഹത്തിന് സുപരിചിതമാണ്. ഞാനൊക്കെ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ടുണ്ട്. അന്ന് ABVP സ്ഥാപിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളി സെന്റ് തോമസ് കോളേജിൽ വന്നത്. അതിനുശേഷം എന്നെ BJP ചേർത്തത് ബഹുമാനപ്പെട്ട V മുരളീധരൻ അവர்களാണ്. അദ്ദേഹത്തെ നമുക്കറിയാം, വിദേശകാര്യ മന്ത്രി, സഹമന്ത്രി എന്നുള്ളതായി നമ്മുടെ പ്രവർത്തകർ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നു. നരേന്ദ്രമോദിജിയുടെ സർക്കാരിന് ഒരു അഭിമാനമായി, തിളക്കമായി പ്രശോഭിക്കുന്ന V മുരളീധരൻ അവർ അദ്ദേഹത്തെ കല്ലെറി അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള ഒരു സംശയം വേണ്ട. ബഹുമാനപ്പെട്ട നിങ്ങൾ എല്ലാവരുടെയും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ നാട്ടുകാരും കൂടിയായ പ്രമീള ദേവി, അതുപോലെ രാമൻ നായർ സാർ, അതുപോലെ നമ്മുടെ KS രാധാകൃഷ്ണൻ സാർ, എറണാകുളത്ത് വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ പ്രക്ഷോഭിച്ച് ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വ നിലയിൽ പ്രവർത്തിക്കുന്ന രാധാകൃഷ്ണൻ സാറിനെ പ്രത്യേകം സ്വാഗതം ചെയ്തു. ഇവിടെ നിരവധിയായ നേതാക്കൾ, ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ സാറ്, ബഹുമാനപ്പെട്ട നമ്പൂതിരി സാറ്, ബഹുമാനപ്പെട്ട ഗണേഷ് ജി, ബഹുമാനപ്പെട്ട സിന്ധുമോള്, ബഹുമാനപ്പെട്ട രാജകുമാരേട്ടൻ, ബഹുമാനപ്പെട്ട ജയസൂര്യൻ, ബഹുമാനപ്പെട്ട രേണു, അതുപോലെ ശങ്കരൻകുട്ടി ചേട്ടൻ, ബഹുമാനപ്പെട്ട ബ്രഹ്മരാജ്, ബഹുമാനപ്പെട്ട ബൈജു, ബഹുമാനപ്പെട്ട അജി, ബഹുമാനപ്പെട്ട പപ്പേട്ടൻ, അങ്ങനെ ബഹുമാനപ്പെട്ട AK നസീർ, ബഹുമാനപ്പെട്ട നിജിൻലാൽ, ബഹുമാനപ്പെട്ട ഉണ്ണിച്ചേട്ടൻ അടക്കം എല്ലാ നേതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ മേഖലാ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രസംഗത്തിന് മുമ്പായി യോഗം തിരികൊടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാന്യായ കേന്ദ്രമന്ത്രി V മുരളീധരൻജിയെ ക്ഷണിക്കുന്നു.
ബാക്കി രണ്ടും കൊടുത്തു. ഇരിക്കട്ടെ, അടുത്ത കൂടി കൊടുത്തു. ഓക്കെ, സ്റ്റേറ്റിലേക്ക് ഇപ്പോൾ അയക്കണം. അധ്യക്ഷ പ്രസംഗത്തിന് ബഹുമാന്യ ശ്രീ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗം ഇന്നും നാളെയുമായി കോട്ടയത്തും തൃശ്ശൂരിലും 4 മേഖലകളായിട്ട് നാം ചേരുകയാണ്. ഇതിൽ ആദ്യത്തെ യോഗമായിട്ട് നാം എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചേരുന്ന എറണാകുളം മേഖലയുടെ ഈ നേതൃയോഗത്തിൽ നമ്മെ അഭിസംബോധന ചെയ്യുന്ന ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായിട്ടുള്ള പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രത്തിൽ വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രിയുമായിട്ടുള്ള ശ്രീ പി മുരളീധരൻ അവർ, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ സാർ അവർ, സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ ജി രാമൻ നായർ സാർ അവർ, മറ്റൊരു സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ഡോക്ടർ പ്രമീള ദേവി അവർ, പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ എം ഗണേഷ് അവർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ അവർ, ശ്രീ പി സുധീർ, ശ്രീ നാരായണൻ നമ്പൂതിരി ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുതിർന്ന പാർട്ടി നേതാക്കളെ, ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. എന്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് പ്രധാനമായും സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതുള്ളതുകൊണ്ട് സംസ്ഥാനത്തെ പൊതു രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ച് ഉദ്ഘാടകൻ ശ്രീ വി മുരളീധരൻ അവർ സംസാരിക്കുമെന്നുള്ളതുകൊണ്ടും ചുരുക്കം ചില വാക്കുകളിൽ എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് കേരളത്തിൽ. ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഇപ്പോൾ നേരിടുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തിന്റെയും അനുബന്ധ അഴിമതികളുടെയും അന്വേഷണം കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ ശക്തമായി പുരോഗമിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഈ സർക്കാരിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ വിവസ്ത്രനായി നിൽക്കുകയാണ് കേരളത്തിൽ. അഴിമതി ആരോപണങ്ങളുടെയും കള്ളക്കടത്ത് സംഘത്തെ സഹായിച്ചതിന്റെയും പേരിൽ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ശ്രീ പിണറായി വിജയൻ സ്ഥാനം നേടിയിരിക്കുന്നു. ഇന്നലെ ബഹുമാനപ്പെട്ട എറണാകുളത്തെ കോടതിയിൽ CBI സമർപ്പിച്ച റിപ്പോർട്ടിലും തൊട്ട് തലേ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഭാഗികമായിട്ടുള്ള കുറ്റപത്രത്തിലും സംസ്ഥാന മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെയും അനുബന്ധ തട്ടിപ്പുകളുടെയും വിവരങ്ങളെ സംബന്ധിച്ചുള്ളത് കേവലമായിട്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല,
വസ്തുതാപരമായിട്ടുള്ള തെളിവുകളോടുകൂടിയുള്ള വിമർശനങ്ങളാണ് എന്നാണ് ഈ കോടതികളിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. CBI കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ തട്ടിപ്പിൽ ഒരു അധോലോക സംഘത്തെ പോലെയാണ് ലൈഫ് മിഷനിലെ ഇടപാട് നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ലൈഫ് മിഷൻ എന്ന് പറയുന്ന പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള ഭവന നിർമ്മാണ പദ്ധതിക്ക് വേണ്ടി വടക്കാഞ്ചേരിയിൽ നടപ്പാക്കിയ ഒരു പ്രോജക്റ്റിൽ ഒരു അധോലോക സംഘത്തെ പോലെ കള്ളക്കടത്തുകാരും ഗവൺമെന്റും പെരുമാറിയത്. ഇതിൽ കൂടുതൽ എന്ത് പരാമർശമാണ് ഇനി മുഖ്യമന്ത്രിക്ക് നേരിടാനുള്ളത് എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് നിയന്ത്രിക്കുന്ന ഒരു ഭവന നിർമ്മാണ പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ ഒരു അഭിമാന പദ്ധതി, ആ പദ്ധതിക്കെതിരെയാണ് അധോലോക സംഘത്തെ പോലെ പെരുമാറിയിരിക്കുകയാണ്. കള്ളക്കടത്തുകാരും കമ്മീഷൻ ഏജന്റുമാരും അഴിമതിക്കാരും ആ പദ്ധതിയെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നുള്ളതിന്റെ നേർ ചിത്രമാണ് CBI കോടതിയിൽ ഇന്നലെ അവതരിപ്പിച്ചിരിക്കുന്നത്. തൊട്ട് തലേ ദിവസം അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രധാന പ്രതി സംസ്ഥാന മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധം പുലർത്തിയെന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലാണ് കോടതിയിൽ അവതരിപ്പിച്ചത്. നിരവധി തവണ മുഖ്യമന്ത്രിയും സ്വപ്ന സുരേഷും തമ്മിൽ ചർച്ച നടത്തിയിരിക്കുന്നു, കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഈ തട്ടിപ്പുകളും കള്ളക്കടത്തും എല്ലാം നടത്തിയതിന്റെ സൂത്രധാരകരായി പ്രവർത്തിച്ച അധോലോക സംഘങ്ങൾ, മാഫിയ സംഘങ്ങൾ സംസ്ഥാനത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടൊപ്പം മുഖ്യമന്ത്രിയെ കൂടിക്കാഴ്ച നടത്തി ചർച്ച ചെയ്തിട്ടാണ് പല കാര്യങ്ങൾ തീരുമാനിച്ചത്. അവർക്ക് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദവികൾ ലഭിക്കാൻ മുഖ്യമന്ത്രിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായി എന്നാണ് അന്വേഷണ സംഘം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ കേസിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെയും അനുബന്ധ അഴിമതി കേസുകളുടെയും സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ് എന്ന അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ആദ്യം 2017 ജൂൺ മാസം മുതൽ സ്വപ്ന സുരേഷും മുഖ്യമന്ത്രിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും സ്വകാര്യ വസതിയിലും സ്വപ്ന സുരേഷ് പലതവണ പോയിട്ടുണ്ട്. പദവികൾ ലഭിക്കാൻ സാന്നിധ്യത്തിലോ മുഖ്യമന്ത്രിയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് നടന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ആരോപണം ഭാരതീയ ജനതാ പാർട്ടി ഉന്നയിച്ചിരുന്നു. അന്ന് ഇത് അതിശയോക്തിപരമായ ആരോപണങ്ങളാണ്, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ആരോപണങ്ങളാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കരിവാരിത്തേക്കാനുള്ള നീക്കമാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിച്ചു എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരോപണത്തോട് സർക്കാരും സർക്കാരിന്റെ വക്താക്കളും മുഖ്യമന്ത്രിയും ഇത്രയും കാലം പ്രതിരോധത്തിന് വേണ്ടി പറഞ്ഞതെല്ലാം ഒഴിവാക്കുകളായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇഡിയും CBIയും നീതിന്യായ കോടതികളിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളും പരാമർശങ്ങളും. ഒരക്ഷരം അതിനെക്കുറിച്ച് ശബ്ദിക്കാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതിനൊരു മറുപടിയും ഇതുവരെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം 1 മണിക്കൂർ പാരായണം നടത്തുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ 2-3 ദിവസമായി ഈ കാര്യത്തെക്കുറിച്ച് വായ തുറക്കുന്നേയില്ല. ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന ഗവൺമെന്റിന് പങ്കാളിത്തമുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിൽ ഹാബിറ്റേറ്റ് ഗ്രൂപ്പിന്റെ തലവൻ തന്നെ ദുരൂഹമായ നടപടികളിലൂടെയാണ് തങ്ങളെ ഒഴിവാക്കിയത്. പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞതോടുകൂടി സംസ്ഥാന ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യം അഴിമതിക്കാരെ സംരക്ഷിക്കാനുള്ള, അഴിമതിയിൽ പങ്കുപറ്റാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെയും മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും ഒക്കെ താല്പര്യം വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നതാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിവരങ്ങളും. ഇപ്പോൾ ഇന്ന് രാവിലെ കോടിയേരി ബാലകൃഷ്ണന്റെ വലിയ ലേഖനം വന്നിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും ദേശീയ തലത്തിലും ഈ സർക്കാരിനെ കരിവാരിത്തേക്കാനും അട്ടിമറിക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ട് ഇനി വസ്തുതകളിൽ നിന്ന് ഒളിച്ചോടാൻ CPM-നോ ഗവൺമെന്റിനോ സാധിക്കില്ല.
അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പുമൊന്നും കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ആരെങ്കിലും മെനഞ്ഞെടുത്തതോ കെട്ടുകഥകളോ അല്ല. ഈ സർക്കാരിന്റെ സ്വയംകൃത അനർത്ഥങ്ങളാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കഴിഞ്ഞ 4.5 കൊല്ലം നടത്തിയ അഴിമതിയുടെ ഭാണ്ഡം അതാണിപ്പോൾ വിഴുപ്പ് നാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം CPM പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഓഫീസിനും അദ്ദേഹത്തിന്റെ പാർട്ടി നേതൃത്വത്തിനുമാണ്. ഈ അഴിമതിയുടെ പാപക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവരുടെ മേൽ ആരോപണം ചാർത്തിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളതെങ്കിലും തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകമാണ് CPM സംസ്ഥാന സെക്രട്ടറി കാണിക്കേണ്ടത്. സ്വന്തം മകനടക്കം ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കേസുകളിൽ, അഴിമതി കേസുകളിൽ, മയക്കുമരുന്ന് കേസുകളിൽ അടക്കം കുറ്റാരോപിതരായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മാലാഖ ചമയാനുള്ള പാർട്ടി സെക്രട്ടറിയുടെ വെപ്രാളവും വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളും. എനിക്ക് ഈ മാധ്യമത്തിലൂടെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരോടും സാധാരണക്കാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം തീരുമ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുന്നതുവരെയെങ്കിലും ഇനിയും ഇത്തരത്തിലുള്ള ധാരാളം വ്യക്തിഹത്യകളും കള്ളപ്രചരണങ്ങളും അപകീർത്തികരമായിട്ടുള്ള പ്രചാരവേലകളും CPM-ഉം അവരെ അനുകൂലിക്കുന്നവരും തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർക്ക് അത്തരത്തിലുള്ള അപകീർത്തികരമായിട്ടുള്ള പ്രചാരണങ്ങളും അത്തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയത്തിന് അപ്പുറത്തുള്ള പ്രചാരണങ്ങൾ നടത്തുന്നതിനോട് കേൾക്കാനുള്ള സമയമില്ല. കാരണം ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇന്ന് കേരളത്തിൽ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജനവിശ്വാസം ആർജിച്ചുകൊണ്ട് ഒരു ശരിയായ രാഷ്ട്രീയ ബദൽ കേരളത്തിൽ ആർജിച്ചെടുക്കാനുള്ള ശക്തമായിട്ടുള്ള പരിശ്രമത്തിലാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് വിശ്വാസ്യതയുള്ള ഒരു മുന്നണിയായി, വിശ്വാസ്യതയുള്ള ഒരു പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാറിയിരിക്കുന്നു. നമുക്ക് നിർവഹിക്കാനുള്ളത് വളരെ ശക്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം മാറ്റിമറിക്കാനുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ചുമതലയാണ് ഓരോ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകന്റെയും ചുമലിലുള്ളത്. അത്തരം സന്ദർഭങ്ങളിൽ വഴിപോക്കരായി നിന്നുകൊണ്ട് ഇത്തരം കൊഞ്ഞനം കുത്തുന്നവരെ നോക്കി സമയം കളയാനുള്ളതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചാലക ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് തടയിടാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും സാധിക്കില്ല. ഇവിടെ ഈ കള്ളപ്രചരണങ്ങൾ കൊണ്ട് ഒന്നും തടി രക്ഷപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലം കേരളം പരീക്ഷിച്ച മാഫിയ രാഷ്ട്രീയത്തിന്റെയും അധോലോക രാഷ്ട്രീയത്തിന്റെയും അഴിമതി രാഷ്ട്രീയത്തിന്റെയും അവസാന റീലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഒരു സർക്കാരിൽ മാത്രം ഉണ്ടായതല്ല. കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ നടത്തുന്ന ഇത്തരം അഴിമതികളും സ്വജനപക്ഷപാതവും കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും ഹവാല ഇടപാടുകളിലുമെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും രക്ഷപ്പെടുത്തിയുമാണ് ഇതുവരെ അവരുടെ യാത്രാസംഘം തുടർന്നത്. എന്നാൽ ഇതാദ്യമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയും കേന്ദ്രത്തിൽ അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഉള്ളത് കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് ബോധ്യമാകുന്ന നിലയിൽ തെളിഞ്ഞു വന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും നാം ശക്തമായിട്ടുള്ള പോരാട്ടം ഇക്കാര്യത്തിൽ ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകും. അതിന് 144 പ്രഖ്യാപിച്ചത് കൊണ്ടോ ഭരണകൂടത്തിന്റെ മർദ്ദന മുറകൾ ഉപയോഗിച്ചത് കൊണ്ടോ അതിനെ അടിച്ചമർത്താനാവില്ല. ഒരു കള്ളപ്രചരണത്തിനും ഒരു വ്യക്തിഹത്യക്കും അതിനെ തടഞ്ഞു നിർത്താനാവില്ല. ഈ കേസിന്റെ അന്വേഷണം കഴിഞ്ഞ് ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ കള്ളക്കടത്തിന് പിന്നിൽ ആരാണ്, അധോലോക സംഘമായി പ്രവർത്തിച്ചത് ആരാണ്, അവരുടെ പങ്ക് എന്താണ് എന്ന് വെളിപ്പെടുന്നത് വരെ, കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടങ്ങൾ നാം നടത്തുക തന്നെ ചെയ്യും.
അതിന് ആർക്കും ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകരും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകരും ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. അടുത്തതായി ഉദ്ഘാടന പ്രസംഗത്തിന് നമ്മുടെ ആരാധനായ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ജിയെ ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം കേരളത്തിലെ 4 മേഖലകളിലായി സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ അധ്യക്ഷന്മാരുടെയും യോഗത്തിലെ ആദ്യ യോഗം ഇന്ന് എറണാകുളം ആരംഭിക്കുമ്പോൾ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ അവർ, ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അവർ, ശ്രീ ജി രാമൻ നായർ അവർ, ഡോക്ടർ പ്രവീണ ദേവി അവർ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ഈ മേഖലയിലെ സംസ്ഥാന നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യോഗത്തിന്റെ മുന്നിലുള്ള അജണ്ടയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേരളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ കേരളം അത് ഒരു പരിധിവരെ പിടിച്ചു നിർത്തി എന്നുള്ള ഒരു ധാരണയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിനകത്തും രാജ്യവ്യാപകമായും പിന്നെ അവരുടെ ചില ശ്രമങ്ങളിലൂടെ ആഗോളതലത്തിലുമൊക്കെ എത്തിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി കേരളത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് വാതോരാതെ നടത്തിയ പ്രസംഗം, ആ പ്രസംഗത്തിന്റെ തൊട്ടുപിറകെ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യത്തെ സ്ഥിതിഗതികൾ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തിക്കൊണ്ട് സൂചിപ്പിച്ച കാര്യങ്ങളും പുറത്തു വന്നു. കേരളത്തിലെ രോഗവ്യാപനം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ആശങ്കാജനകമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ജനങ്ങളോട് വിശദീകരണം നടത്തിയത്. ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതും ഒരു ആശങ്കാജനകമായിട്ടുള്ള വസ്തുതയാണ്. വിദേശത്ത് നിന്ന് നമ്മുടെ പ്രവാസികൾ തിരിച്ചു വരേണ്ട തയ്യാറെടുപ്പുകൾ നടന്നപ്പോ സംസ്ഥാന സർക്കാർ പറഞ്ഞത് 2 ലക്ഷത്തിലധികം കിടക്കകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തയ്യാറായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ആ പ്രസംഗത്തിന്റെ തൊട്ടുപിറകെ കേന്ദ്ര ആരോഗ്യമന്ത്രി രാജ്യത്തെ സ്ഥിതിഗതി സെപ്റ്റംബർ മാസത്തോടുകൂടി 10,000-ത്തിലധികമാകുമെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. രോഗവ്യാപനം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ്, ആശങ്കാജനകമായിട്ടുള്ള അവസ്ഥയിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പ് സെക്രട്ടറി ജനങ്ങളോട് വിശദീകരണം നടത്തിയത്.
ദൗർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രഖ്യാപനങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ ഒട്ടും തന്നെ പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതും ഒരു ആശങ്കാജനകമായിട്ടുള്ള വസ്തുതയാണ്. വിദേശത്തു നിന്ന് നമ്മുടെ പ്രവാസികൾ തിരിച്ചു വരേണ്ട തയ്യാറെടുപ്പുകൾ നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞത് 2 ലക്ഷത്തിലധികം കിടക്കകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തയ്യാറായിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഒരു 10,000 പേര് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി നിസ്സഹായനായിട്ട് കൈമലർത്തുന്ന സ്ഥിതിയും നമ്മൾ കണ്ടു. കേരളത്തിൽ കോവിഡ് വ്യാപനം സെപ്റ്റംബർ മാസത്തോടുകൂടി 10,000-ത്തിലധികമാകുമെന്ന് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് സംസ്ഥാന സർക്കാർ പറയുന്നത് പോലെ ഈ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടല്ല അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞത്. ഇത് സെപ്റ്റംബർ മാസത്തിൽ 10,000-ത്തിലധികം പ്രതിദിന കോവിഡ് കേസുകൾ ഉണ്ടാകും എന്ന് ജൂൺ മാസത്തിൽ പറഞ്ഞ സംസ്ഥാന സർക്കാർ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള എന്ത് തയ്യാറെടുപ്പ് നടത്തിയിരുന്നുവെങ്കിൽ അതിന്റെ ഫലം കാണേണ്ടിയിരുന്നതല്ലേ? സെപ്റ്റംബറിൽ 10,000 ആകുമെന്ന് പറയുന്ന ആളുകള് ആ 10,000 ഞങ്ങളിതാ 2,000 ആക്കിയിരിക്കുന്നു, 3,000 ആക്കിയിരിക്കുന്നു എന്നല്ലേ ജനങ്ങളോട് പറയേണ്ടിയിരുന്നത് ഈ സെപ്റ്റംബർ മാസത്തിൽ? പകരം ഇപ്പൊ പറയുന്നത് എന്താ? 10,000 എന്നുള്ളത് അതിനപ്പുറത്തേക്ക് കടന്ന് അതിനേക്കാൾ എത്രയോ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത്. അതിനർത്ഥം കേരളം ആരോഗ്യ രംഗത്ത് ഈ സർക്കാരിന്റെ പരിശ്രമം കൊണ്ട് 1-ാം സ്ഥാനത്തെത്തി എന്ന് കേരളത്തിൽ ആരെങ്കിലും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കേരളത്തിൽ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം, കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം വിവിധ സംസ്ഥാന സർക്കാരുകൾ നടത്തിയിട്ടുള്ള പരിശ്രമം മാത്രമല്ല, അതിനു മുൻപ് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് പകർച്ചവ്യാധികൾ ബാധിച്ചപ്പോൾ ആ പകർച്ചവ്യാധിയെ നേരിടാൻ കത്തിന്റെ കോപ്പി അദ്ദേഹം എനിക്ക് അയച്ചു തന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ മിനിയാന്ന് കേന്ദ്ര ടെക്സ്റ്റൈൽ വകുപ്പ് മന്ത്രി കുട്ടികളുടെയും സ്ത്രീകളുടെയും ക്ഷേമത്തിന്റെ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീമതി സ്മൃതി ഇറാനിയെ കണ്ടിരുന്നു. കാണാൻ കാരണം കേരളത്തിലെ കരകൗശല വികസന കോർപ്പറേഷൻ നടത്തുന്ന വലിയൊരു തട്ടിപ്പ്, ആ തട്ടിപ്പ് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. ഈ നാട്ടിലെ കരകൗശല വിദഗ്ധന്മാർക്ക് 18,000 ആളുകൾ, കേരളത്തിലെ 18,000 കരകൗശല വിദഗ്ധർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി, അവർക്ക് ഓരോരുത്തർക്കും 10,000 രൂപ വില വരുന്ന ഒരു ടൂൾ കിറ്റ്, ആ ആംബുലൻസിലെ GPS സംവിധാനം തകരാറിലാക്കിക്കൊണ്ട് ആസൂത്രിതമായിട്ടുള്ള തരത്തിൽ ഏത് തരത്തിലുള്ള നിയമലംഘനവും തീവട്ടിക്കൊള്ളയും നടത്താമെന്ന് എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് ഉത്തരവാദികളാരാ? അതിന് ഉത്തരവാദികൾ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്നവരല്ലേ? ഇപ്പോ കേരളത്തിൽ ഇന്നലെ ശ്രീ കെ സുരേന്ദ്രൻ ജലജീവൻ മിഷന്റെ പേരിൽ നടക്കുന്ന വലിയ തട്ടിപ്പിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് അയച്ച കത്തിന്റെ കോപ്പി അദ്ദേഹം എനിക്ക് കരകൗശല തൊഴിലാളികളുടെ ആ തൊഴിലാളികൾക്ക് കിട്ടേണ്ട പണത്തിൽ 11 കോടി രൂപ വെട്ടിപ്പ് നടത്തി എന്നുള്ള പരാതി, ആ പരാതി കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അയച്ചു തന്നത്, അത് സംബന്ധിച്ചിട്ടുള്ള
അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ മിനിയാന്ന് ശ്രീമതി സ്മൃതി ഇറാനിയെ കണ്ടത്. ഞാൻ പറഞ്ഞു വന്നത്, ആംബുലൻസിൽ രോഗിയെ മാനഭംഗപ്പെടുത്തുന്നവരും കരകൗശല തൊഴിലാളികളുടെ അവർക്ക് വേണ്ടിയിട്ട് നരേന്ദ്രമോദി അയക്കുന്ന പണത്തിൽ 10,000 രൂപയില് ഒരു കമ്മീഷൻ പറ്റുക എന്നുള്ളത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണഗതിയിലുള്ള കണക്ക് വെച്ച് നോക്കിയാൽ പോലും 60% കമ്മീഷൻ എന്നുള്ളത് കേട്ടുകേൾക്കില്ലാത്തതാണ്. 40 വരെ അതിനേക്കാൾ അപ്പുറത്ത് കിടന്നിരിക്കുകയാണ്. 60% കമ്മീഷൻ. 10,000 രൂപ കിട്ടേണ്ട സ്ഥലത്ത് 4,000 രൂപയുടെ ടൂൾ ബോക്സ് കൊടുക്കുക, ടൂൾ കിറ്റ് കൊടുക്കുക. എന്നിട്ടോ അത് ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി. നരേന്ദ്രമോദിജിയുടെ പദ്ധതി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യട്ടെ. പക്ഷേ അത് കിട്ടുന്നത് നരേന്ദ്രമോദിയിൽ നിന്നാണെന്ന് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? ഒരൊറ്റ പൈസ സംസ്ഥാന സർക്കാരിന്റെ വകയായിട്ട് ഇതിലുണ്ടോ? ഒറ്റ പൈസ ഇല്ല. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രചരണം മാത്രമല്ല, അവരുടെ വീട്ടിലേക്ക്, അവരുടെ തറവാട്ടിലേക്ക്, അവരുടെ ലോക്കറുകളിലേക്ക്, ആ ലോക്കറുകളിലേക്ക് ഈ പണം കൈമാറാൻ ശ്രമം നടന്നാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ തെറ്റിപ്പോയി. കാരണം ഇത് നടത്താൻ എന്തുകൊണ്ട് ഇവർക്ക് ധൈര്യം വരുന്നു? കാരണം ഈ ആളുകൾക്കൊക്കെ ഇത് നടത്താൻ ധൈര്യം വരുന്നത് GPS സംവിധാനം ഓഫ് ചെയ്ത് ആംബുലൻസിൽ കിടക്കുന്ന രോഗിയെ മാനഭംഗപ്പെടുത്താൻ ഒരാൾക്ക് ധൈര്യം വരണമെങ്കിൽ, കരകൗശല തൊഴിലാളികൾക്ക് നൽകേണ്ട പണത്തിൽ നിന്ന് 11 കോടി രൂപ വെട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് ധൈര്യം വരണമെങ്കിൽ, അതിനുള്ള കാരണം മുകളിലിരിക്കുന്നവർ ഇതിനേക്കാൾ എത്രയോ കോടികൾ വെട്ടിക്കുന്നു എന്ന് അവർക്ക് തന്നെ അറിയുന്നത് കൊണ്ടാണ്. കേരളത്തിലെ സ്വർണ്ണക്കടത്ത് ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാണ്. കാരണം സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് സ്വർണത്തിന്റെ വിലയുടെ കാര്യത്തിലും ടാക്സിന്റെ കാര്യത്തിലുമുള്ള പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ രാജ്യങ്ങളുടെ വിവിധ രാജ്യങ്ങളിൽ ഉള്ളിടത്തോളം കാലം ആ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് നടത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കും. അത് തടയാൻ സർക്കാർ സംവിധാനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ സ്വർണ്ണക്കടത്തല്ല പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇവിടെ ഭീകരവാദികൾക്ക് സഹായം നൽകുന്ന, സാമ്പത്തിക ഭീകരവാദം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ, ആ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ തണൽ, സംസ്ഥാന സർക്കാരിന്റെ സംരക്ഷണം, ആ സംരക്ഷണം രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഒരു മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു. സംസ്ഥാന അധ്യക്ഷൻ ഈ കേസിൽ ഇന്നലെ ED നൽകിയിട്ടുള്ള, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിട്ടുള്ള കുറ്റപത്രത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ആ കുറ്റപത്രത്തിന്റെ കോപ്പി പല രൂപത്തിൽ മാധ്യമങ്ങളിലൂടെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ കേസിലെ പ്രതി പറഞ്ഞിരിക്കുന്നത് എന്താ? സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നെ സ്പേസ് പാർക്കിൽ നിയമിച്ചതെന്നാണ്. സാധാരണഗതിയിൽ ഒരു പ്രതിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് വക്കീലന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്, അല്ലേ? നിങ്ങളൊക്കെ വക്കീലന്മാരാണ്. നിയമം പറയുന്ന ആൾക്കാരൊക്കെ പറയുന്നത് പ്രതിയുടെ മൊഴിക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ശരിയാണ്. പക്ഷേ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് പ്രതി തന്നെ പറയുമ്പോ അത് മുഖവിലക്കെടുക്കാലോ. പ്രതിക്കെതിരായിട്ട് നിൽക്കുന്നവരെ കുറിച്ച് പ്രതി പറയുന്നത് മുഖവിലക്കെടുക്കേണ്ടതില്ല. ഇവിടെ സ്വപ്ന സുരേഷിനെ സംരക്ഷിക്കാൻ ഈ കേസ് പുറത്തു വന്ന ഘട്ടം തൊട്ട് ഇന്നു വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് ഈ നാട്ടിൽ ആർക്കും പ്രത്യേകിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഉത്തരവാദി മുഴുവൻ സ്വപ്ന സുരേഷ് അല്ല, UAE ഭരണാധികാരിയാണെന്ന് അടക്കം വരുത്താനുള്ള ശ്രമം നടത്തി. അത്
അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഇത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആ രാജ്യത്തെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ സ്വർണം വന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. ഏത് രാജ്യത്ത് നിന്നാണോ ഒരു വസ്തു അയക്കുന്നത് ആ രാജ്യത്തെ ഭരണാധികാരിക്ക് വേണ്ടിയാണ് ഇത് അയക്കുന്നത്. അതിനാണ് ഡിപ്ലോമാറ്റിക് ബാഗേജ്. പക്ഷെ ഇഡി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞു കാമോഫ്ലാജ് ഇൻ ഡിപ്ലോമാറ്റിക് ബാഗേജ്. അത് പലരും കണ്ടിട്ടില്ല. ഇത് പറയുന്നതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. കാരണം അയ്യോ പാവം സ്വപ്ന സുരേഷ്, അവരൊരു കുറ്റവും ചെയ്തിട്ടില്ല. അവരോട് അവിടുന്ന് പറഞ്ഞതുകൊണ്ട് UAE സർക്കാർ അയക്കുന്ന സാധനം വാങ്ങി എംബസിയിൽ എത്തിക്കുക, കോൺസുലേറ്റിൽ എത്തിക്കുക, അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ആളുകളെ കുറിച്ചാണ് അവർ തന്നെ പറയുന്നത് എന്റെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ്. എന്താ ശ്രീമാൻ പിണറായി വിജയൻ ഈ കേസ് പുറത്തു വന്ന കാലം തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരറിവുമില്ല. ആരെ കുറിച്ച്? അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച്. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് ഒരറിവുമില്ലെങ്കിൽ ആ പദവിയിലിരിക്കാൻ, മുഖ്യമന്ത്രി പദവിയിലിരിക്കാൻ ശ്രീമാൻ പിണറായി വിജയൻ അർഹനല്ല. കാരണം ഒന്നും അറിയാത്ത തന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്റെ ഓഫീസിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ പോലുമുള്ള ധാരണയില്ലാത്ത, അതിനുള്ള കഴിവില്ലാത്ത ഒരു വ്യക്തിയാണോ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ക്ഷേമം, ആ ക്ഷേമം നടപ്പിലാക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? പ്രിൻസിപ്പൽ സെക്രട്ടറി മാത്രമല്ല, ശ്രീമാൻ ശിവശങ്കർ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കന്മാർ നടത്തിയ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നവിസ് പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രിയായിരുന്നു 5 കൊല്ലക്കാലം. മുഖ്യമന്ത്രിമാരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പാലമാണ്. ആ ഭരണ സംവിധാനവുമായിട്ട് മുഖ്യമന്ത്രിയെ ബന്ധിപ്പിക്കുന്ന ഘടകമാണ്. അവരാരും തന്നെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നതായിട്ട് ഞാൻ എന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അങ്ങനെ ഒരു പ്രത്യേക വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏർപ്പെടുത്തിയിട്ടില്ല. രാജ്യത്ത് ഒരു സംസ്ഥാനത്തും അങ്ങനെയില്ല. പക്ഷെ കേരളത്തിലുണ്ട്. എന്താ കാരണം? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി IT വകുപ്പിന്റെ കൂടി, ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പിന്റെ കൂടി ചുമതല വഹിക്കുന്ന ആളായിരുന്നു. ആ വകുപ്പിന്റെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം നമ്മുടെ ടെക്നോ പാർക്കിൽ ഉൾപ്പെടെ പല 8 or 9 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാനായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏൽപ്പിച്ചത്? ഏറ്റവും വിശ്വസ്തനായതുകൊണ്ട്. മാത്രമല്ല, പല ആളുകളും പറയുന്നത്, ശ്രീ കെ സുരേന്ദ്രൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ ഇക്കാര്യത്തിലുള്ള ബന്ധം എന്താണെന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകള് ബാംഗ്ലൂരിൽ ഒരു കമ്പ്യൂട്ടർ മേഖലയില്, സോഫ്റ്റ്വെയർ മേഖലയില് ഒരു സംരംഭകയാണെന്നാണ് മാധ്യമങ്ങളൊക്കെ പറയുന്നത്. ആ IT മേഖലയുമായിട്ട് ഇവിടുത്തെ IT സെക്രട്ടറിക്ക് ശിവശങ്കറിന്റെ ചുമതല കൊടുക്കുന്നതുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചാൽ അതിൽ ആർക്കെങ്കിലും തെറ്റു പറയാൻ പറ്റുമോ? അപ്പൊ അതിനർത്ഥം മുഖ്യമന്ത്രിക്ക് മറ്റെല്ലാ വകുപ്പ് സെക്രട്ടറിമാരെക്കാൾ കൂടുതൽ വിശ്വാസമുള്ള ആളാണ് IT സെക്രട്ടറി. അതുകൊണ്ട് IT സെക്രട്ടറിയെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ട് നിയമിച്ചു. അങ്ങനെയുള്ള ഒരാള് എന്ത് ചെയ്യുന്നു എന്ന് അറിയില്ലെങ്കിൽ മാറ്റേണ്ടത് ശിവശങ്കരനെയല്ല, മാറേണ്ടത് ശ്രീമാൻ പിണറായി വിജയനാണ്. കാരണം താൻ നിശ്ചയിച്ച ഉദ്യോഗസ്ഥരെ കുറിച്ച്, ആ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് അറിയാത്ത ഒരു മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാനുള്ള അർഹതയില്ല. പക്ഷേ ശിവശങ്കരനെ മാറ്റി. അപ്പോഴും പറഞ്ഞെന്താ? ശിവശങ്കറിന്റെ ചില ചെയ്തികളെ കുറിച്ച് ചില സംശയങ്ങൾ ഉയർന്നു വന്നതുകൊണ്ട് ഞങ്ങൾ മാറ്റി. അപ്പോഴും പറഞ്ഞെന്താ?
സ്വപ്ന സുരേഷ് അതാരാണ് ഞങ്ങൾക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല. ഇന്നലെ പറഞ്ഞിരിക്കുകയാണല്ലോ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശിവശങ്കറിന്റെ മൊഴി ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്, 5 or 6 തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒരുമിച്ചിരുന്നുകൊണ്ടാണ് സ്വപ്ന സുരേഷും ഈ ശിവശങ്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നത്. സ്വപ്ന സുരേഷിന്റെ സ്പേസ് പാർക്കിലെ നിയമനം മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ഇനി എന്ത് പറഞ്ഞാണ് ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് ഈ രാജ്യത്തിന്റെ ഭദ്രതയെയും രാജ്യത്തിന്റെ സുരക്ഷയെയും അടക്കം അപകടത്തിലാക്കുന്ന ഈ സ്വർണ്ണക്കടത്തിലുള്ള പങ്കാളിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല? എന്നിട്ടും അദ്ദേഹത്തിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഈ കേസ് വന്നപ്പോ നിങ്ങളല്ലേ ആദ്യം പറഞ്ഞത്, നിങ്ങളല്ലേ കത്തെഴുതിയത്, ഏത് ഏജൻസി വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ, ഏത് അന്വേഷണ ഏജൻസി വരണമെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ ഏത് ഏജൻസിയെയും ഏൽപ്പിച്ചോട്ടെ. ഇപ്പൊ 4 ഏജൻസികൾ അന്വേഷിക്കുക. കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്നു ഒരു വശത്ത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടക്കുന്നു, NIA-യുടെ അന്വേഷണം നടക്കുന്നു, CBI-യുടെ അന്വേഷണം നടക്കുന്നു. പക്ഷേ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എന്താ പറയുന്നത്? നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞു, ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നു. കേന്ദ്ര ഏജൻസികളോട് വരാൻ ആവശ്യപ്പെട്ടത് നിങ്ങളല്ലേ? അപ്പോ നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നോ ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട്? കേന്ദ്ര ഏജൻസികളെ കുറിച്ച് 2 മാസം കൊണ്ട് നിങ്ങളുടെ നിലപാട് മാറിയോ? അതുകൊണ്ട് ഈ കേസ്, ഈ സാഹചര്യം, അതായത് ഭരണത്തിന് നേതൃത്വം നൽകുന്നവരടക്കം രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം നൽകുന്നവരാകുമ്പോ അതിന്റെ താഴെ ഇരിക്കുന്നവർ അവർ കട്ടുമുടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എംബ്രാൻ അല്പം കട്ടുമുടിച്ചാൽ അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ജാതീയമായിട്ടുള്ള പരാമർശം നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സാഹചര്യം ഇതാണ്. ഈ സാഹചര്യമാണ് കേരളത്തിൽ കോവിഡ് ഉൾപ്പെടെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന്റെ കഴിവില്ലായ്മയ്ക്ക് കാരണം എന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും എന്ന് ഉറപ്പില്ലാത്ത ഒരു ഭരണത്തിന്റെ മുകളിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കോവിഡ് തടയാനുള്ള നടപടികൾ എടുക്കാൻ എങ്ങനെ സാധിക്കും? അവരഥവാ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഇന്നോ നാളെയോ ഇറങ്ങിപ്പോകും എന്ന് സംശയമുള്ള ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ അതിന്റെ താഴെയുള്ള ആളുകൾ അതിന് സന്നദ്ധരാകുമോ? ഇതാണ് ഇന്നത്തെ സാഹചര്യം. അതിനിടയിൽ കേരള സർക്കാർ ഈ സാഹചര്യത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു തുരങ്കത്തിന്റെ നിർമ്മാണം എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ടു. ഞാൻ എനിക്കറിയില്ല ഈ തുരങ്കം തുരന്നു പോകാൻ വേണ്ടിയാണ്. വയനാട്ടില് തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നതാണ്. അല്ല, സർവേ പോയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാകാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ അടക്കം, എനിക്കറിയില്ല കബളിപ്പിച്ചുകൊണ്ടാണോ അതോ ചില ആൾക്കാർ സ്വയം ഉറക്കം നടിച്ച് കിടക്കുകയാണോ? കാരണം ഉറങ്ങുന്നവരെ ഉണർത്താൻ പറ്റും, ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. മാധ്യമങ്ങൾ അടക്കം വലിയ വാർത്തയാ, തുരങ്കം ഉണ്ടാക്കാൻ പോകുന്നു. വയനാട്ടിലെ ചുരങ്ങളെ ഒരു തരത്തിലും പ്രകൃതിക്ക് കുഴപ്പമില്ല, അവിടുത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് കുഴപ്പമുണ്ടാവില്ല, എന്നാൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള തുരങ്കം. അതേപോലെ വലിയൊരു നാടകമായിരുന്നു ശ്രീനാരായണ സർവകലാശാല. ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ
ദർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള മുഴുവൻ ആളുകളും വളരെ സന്തോഷിച്ചു. കാരണം ലോകത്തിന് കേരളം നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ മഹർഷിയുടെ നാമധേയത്തിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുമ്പോ സാമാന്യമായിട്ട് എല്ലാവരും ധരിച്ചെന്താ, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, പഠിച്ചിട്ടുള്ള, അതിനെക്കുറിച്ച് ജനങ്ങൾ അംഗീകരിക്കുന്ന അങ്ങനെയുള്ള എത്രയോ ആളുകൾ ആ സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട്, ആ സർവകലാശാലയ്ക്ക് നേതൃത്വം നൽകാനായിട്ട് ഈ രാജ്യത്തില്ലേ, ഈ സംസ്ഥാനത്തില്ലേ? സംസ്ഥാന സർക്കാരിന് അങ്ങനെ ഒരാളെയും കിട്ടില്ല. അവസാനം ഒമാനിൽ പോയിട്ട് ഒരാളെ തപ്പിക്കൊണ്ടു. അത് ശരി. ഇല്ലാത്ത ആളുകളെ വെച്ചിരിക്കുന്നു. അത് ആകെ പറയാവുന്ന കാര്യം ഫസ്റ്റ് വൈസ് ചാൻസലർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നിയമിക്കാവുന്ന ഞങ്ങൾ ചെയ്യുമ്പോൾ നിയമം വേണ്ട, നിയമം പാലിക്കേണ്ട ആവശ്യമില്ല. അത് ഈ പറഞ്ഞതാണ്. ഞങ്ങൾ തൊട്ടാൽ അശുദ്ധിയൊക്കെ മാറും. കാരണം UGC നിയമം അനുസരിച്ചിട്ട് ശരിയാണ്. 10 വർഷം ഏതെങ്കിലും ഒരു സർവകലാശാലയിലെ ഡിപ്പാർട്ട്മെന്റും സർവകലാശാല അധ്യാപനത്തിൽ ഒരു പരിചയവും ഇല്ലാത്തവരാണ്. അങ്ങനെ ഒരാളെ വെച്ചിട്ട് കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ അഭിമാനപൂർവ്വം കൊണ്ടാടുന്ന, അതിൽ വിശ്വസിക്കുന്ന ഒരു ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും എന്ന് ഈ സർക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിയെ കുറിച്ച് അവർക്ക് ഇത്രയും വലിയ തെറ്റിദ്ധാരണയാണോ എന്നാണ് എന്റെ സംശയം. ഈ സാഹചര്യത്തിലൂടെ, ഈ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വരാനിരിക്കുന്ന നാളുകൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള വിധി എഴുതാനുള്ള അവസരമാണ്. ആ വിധി എഴുതാനുള്ള അവസരം അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്നു, വിനിയോഗിക്കുന്നു എന്ന് തീരുമാനമെടുക്കാൻ പോവുകയാണ്. ഒരു വശത്ത് ഇങ്ങനെ ഒരു സ്ഥിതി നിൽക്കുമ്പോ മറുവശത്ത് ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ടുള്ള തരത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, പ്രതിസന്ധികളെ അവസരങ്ങളാക്കുന്ന സർക്കാർ, ഈ രാജ്യം ലോകം മുഴുവൻ സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, എല്ലാ രാജ്യങ്ങളുടെയും സാമ്പത്തിക രംഗം, ആ സാമ്പത്തിക രംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥിതി, ആ സ്ഥിതി ഇല്ലാത്തൊരു സ്ഥിതി, ആ സ്ഥിതിയിലാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാരത്തിൽ കുറവ് വരുന്നു, അന്താരാഷ്ട്ര തലത്തിലുള്ള യാത്രകൾ ഇല്ലാതാകുന്നു. പക്ഷെ ആ സാഹചര്യത്തിൽ ഇന്ത്യയെ ഒരു സ്വയം പര്യാപ്ത ഭാരതം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് അവർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ, ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് സൗജന്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് തൊട്ട് അവർക്ക് ഓരോരുത്തർക്കും തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നത് വരെയുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ മുഖ്യമന്ത്രിമാരുമായിട്ട് ഇത്രയധികം കൂടിയാലോചനകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമില്ല. കാർഷിക മേഖലയിലും തൊഴിൽ മേഖലയിലും വരുത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ ഇടനിലക്കാര് കർഷകർക്ക് ലഭിക്കേണ്ടിയിരുന്ന വരുമാനത്തിന്റെ 80% തട്ടിയെടുത്തു കൊണ്ടുപോകുന്ന ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ വലിയ വെട്ടിപ്പ്, ആ വെട്ടിപ്പില്ലാതാക്കാൻ ഉതകുന്ന തരത്തിലുള്ള കാർഷിക മേഖലയിലെ പരിഷ്കരണത്തിനുള്ള ബില്ല്, 44 നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് 4 തൊഴിൽ നിയമങ്ങളായിട്ട് പുറത്തിറക്കുന്ന തൊഴിൽ മേഖലയിലെ പരിഷ്കരണം,
ഈ തരത്തിലുള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള സമൂലമായിട്ടുള്ള പരിവർത്തനം, ആ സമൂലമായിട്ടുള്ള പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ശ്രീ നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിലുള്ള അംഗീകാരം മാത്രമല്ല, ആഗോളതലത്തിൽ തന്നെ ലോക നേതാക്കന്മാർ കോവിഡിന്റെ പ്രതികൂല സാഹചര്യങ്ങളിൽ, ആ പ്രതികൂല സാഹചര്യങ്ങളിലും സ്വന്തം ജനതയെ, ആ ജനതയുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ ആഗോള നേതാക്കന്മാരുടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി, ഐക്യരാഷ്ട്രസഭയോട് പോലും 1945 രൂപീകൃതമായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ മാറ്റത്തിന് തയ്യാറാകണമെന്ന് ലോക രാഷ്ട്രങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ തന്റെ കാണിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി. അങ്ങനെ ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തേണ്ടത് ഇതാണ്. മാറി മാറി വരുന്ന രണ്ട് മുന്നണികൾ, ആ മുന്നണികളുടെ ഭരണത്തിന് കീഴിൽ കേരളം എന്നും കൊള്ളയടിക്കപ്പെടാൻ നിന്നുകൊടുക്കേണ്ടതുണ്ടോ, അതോ ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്ന, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്തുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന്റെ പദ്ധതികൾ പേരുമാറ്റി അവതരിപ്പിക്കുന്നതിന് പകരം, അതിൽ നിന്ന് വെട്ടിപ്പ് നടക്കുന്നതിന് പകരം, അത് അതേപടി കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നിലവിൽ വരേണ്ടതല്ലേ എന്നുകൂടി ചിന്തിക്കേണ്ട സമയമാണ് വരാനിരിക്കുന്ന നാടുകളിൽ. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്നിവിടെ ആരംഭിക്കുന്ന, ഇന്നു മുതൽ ഇന്നും നാളെയുമായിട്ട് കേരളത്തിന്റെ 4 മേഖലകളിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും അതോടൊപ്പം ജില്ലാ അധ്യക്ഷന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നടത്തുന്ന ഈ കൂടിയാലോചനകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങിന്റെ യോഗത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയിട്ട് നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. മേഖല നേതൃയോഗത്തിന്റെ ആദ്യ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഈ യോഗത്തെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ പത്ര ദൃശ്യമാധ്യമങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു.